രോമാഞ്ചാണ് രണ്ടുപേരും. ആ എക്സൈറ്റ്മെന്റ് അനുസരിച്ച് റിസൾട്ട് അവര് നല്ല രീതിയിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അവർ രണ്ടുപേരും കാണുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് വരുമ്പോൾ മൂവി അങ്ങനെ എലിവേറ്റ് ചെയ്യണം. പടം നല്ല പടം. ഒരിക്കലും നടന്ന കഥയോ നടക്കാൻ പോണ കഥയോ അല്ല, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സ്റ്റോറിയാണ്. ലാലേട്ടൻ മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചില്ല. സൂപ്പർ, ഒന്നും പറയാം. ആ വരവ് ഒന്നൊന്നര വരവ് തന്നെയാണ്. ആ തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ്. നല്ല മൂവി, നല്ല കണ്ടന്റ്, നല്ല മൂവി. രണ്ടുപേരും കണ്ടന്റ് ആയിരുന്നു നല്ലത്. നല്ല പടമാണ്. നമ്മുടെ സമൂഹത്തിലോട് നല്ലൊരു മെസ്സേജാണത്. സോഷ്യൽ മീഡിയയുടെ തെറ്റായൊരു ഉപയോഗമൊക്കെ അതിൽ ശരിക്കും വരച്ച് കാണിക്കുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് അതിൻ്റെ ഒരു മൂവി എന്ന് പറയാം. നമുക്ക് ഇന്നുവരെ നമുക്ക് കാണാത്ത ഒരു വ്യത്യസ്ത രീതിയിലുള്ള കുറേ ദുരൂഹതകൾ നിലനിൽക്കുന്ന സമൂഹം. അവർ കുഴപ്പമില്ല, കോമ്പിനേഷൻ സീനൊക്കെ അടിപൊളിയാണ്. പക്ഷേ അധികം ശരിക്കും അതിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റുള്ളവർ തന്നെയാണ്. എങ്കിലും സമൂഹത്തിൽ നല്ലൊരു സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമൊക്കെ ശരിക്കും അതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഓഡിയൻസിനോട്, നമ്മുടെ മലയാളി ഓഡിയൻസിനോട് എനിക്ക് എല്ലാ വിശ്വാസമുണ്ട്. ഇതൊരു അവർ ഈ പടം ഏറ്റെടുക്കുന്നത്. കാരണം ഇതിൻ്റെ മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോണ്ടന്റാണ്, ഇതിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഇതിൻ്റെ ഒരു മെസ്സേജും കൂടെയാണ്. അപ്പോൾ ഓഡിയൻസ് എല്ലാ പ്രാവശ്യവും നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവീസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഫാക്ടർ നമ്മുടെ സ്റ്റാർഡും അല്ല, നമ്മുടെ മെയിൻ ആക്ടേഴ്സിൻ്റെ അല്ല, ഇതിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറി നിങ്ങൾ ഇഷ്ടപ്പെട്ട പിന്നെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഫാൻസ് എന്തായാലും ഹാപ്പി ആവും. ഫാൻസിനെ ഹാപ്പി ആക്കുന്ന എല്ലാ സീൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതാണ് പറയാനുള്ളത്. നിലയിൽ ഭയങ്കര ജനറസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് മമ്മൂക്ക. നമ്മളെ എൻകറേജ് ചെയ്യും. നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്സ് വന്നാലും അതൊരു വലിയ സംഭവമല്ല, നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അത് ഇറ്റ്സ് എ ഹ്യൂജ് ബിഗ് ഡീൽ ഫോർ ആൻ ആക്ടർ ലൈക്ക് മീ. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ ആ പേടിയിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ പിന്നെ നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ആയപ്പോൾ പേടി മാറി. ഓ ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ആ എക്സൈറ്റ്മെന്റ് അനുസരിച്ച് റിസൾട്ട് അവർ നല്ല രീതിയിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇത് മ്യൂസിക് ഒക്കെ ആയിട്ട് ഞാനും ഈ സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത്. മ്യൂസിക് ശരിക്കും വർക്കായിട്ടുണ്ട്. ആൻഡ് വിഷ്വൽസും എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ മേഖലകളിലെല്ലാം സൂപ്പർ എക്സിക്യൂഷനാണ് നമ്മൾ കാണുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് മൊമെന്റ് ഫോർ മലയാളം സിനിമ. ഗംഭീരമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അവർ രണ്ടുപേരും കാണുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എപ്പോഴും സംഭവിക്കുന്നില്ല. ഇതിപ്പോൾ ഇത്ര ഒരു മാസിവ് പടത്തിന് വന്നത് തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അല്ല, ബ്രോനെ വീണ്ടും കണ്ടതിൽ സന്തോഷം. നമ്മുടെ പ്രസ് മീറ്റിലുണ്ടായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്ന മൂവി എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ അപ്പുറം ഒരു റിസൾട്ടാണ് നമുക്ക് സ്ക്രീനിൽ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സീക്വൻസസ് അറിയാം. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് വരുമ്പോൾ മൂവി അങ്ങനെ എലിവേറ്റ് ചെയ്യണം. വെരി പ്രൗഡ് ഒരു ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്ക ലാലേൻ്റെ മൈ ഫേവറേറ്റ് കോമ്പിനേഷൻ. ഇത്രയും സിനിമകൾ ഇപ്പോൾ നമ്മൾ നമ്പർ 20 മദ്രാസ് മെയിൽ മൂലം നരസിംഹ മൂലം അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടല്ലോ. 2020 മൂലം അതിൽ വേറൊരു ഫേവറേറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി, അവർ ഒരുമിച്ച് സീനിൽ വർക്ക് ചെയ്തേക്കുന്നത് മനോഹരമായിട്ടുണ്ട്. സോ യാ, വെരി ഹാപ്പി. മമ്മൂക്കയുടെ ക്യാരക്ടർ മമ്മൂക്ക അത് പെർഫോം ചെയ്തേക്കുന്നതും മമ്മൂക്ക അത് കാൽക്കുലേറ്റ് ചെയ്ത് അഭിനയിച്ചിട്ടൊക്കെ മനോഹരമായിട്ടുണ്ട്. സോ അവരുടെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ പറയാം വലിയ ഭാഗ്യമാണ്. ഗംഭീര സിനിമ. ഈ ലൈക്ക് ഞാനിതിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. സോ ആസ് എൻ ആക്ടർ, ആസ് എൻ ഓഡിയൻസ്, ഞാനിപ്പോഴും ആ ഒരു സിനിമയുടെ ആ ഒരു മാറിയിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും അത് ചരിത്ര നിമിഷമായിരുന്നു. സീരിയസ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും ആ ഒരു ചരിത്ര നിമിഷം വിറ്റ്നസ് ചെയ്തൊരു ഒരു ഇതില്ലേ, അതായിരുന്നു. എനിക്കും അത് അങ്ങനെ തന്നെയായിരുന്നു. ഓ ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്രയും ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയുടെ. സോ അത്രയും ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ലൈഫിൽ ലൈഫ് ടൈമിൽ എപ്പോഴും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വരത്തില്ല. എനിക്ക് ആസ് എൻ അപ്കമിങ് ആക്ടർ ഈ ഒരു ടൈമിൽ തന്നെ ലൈക്ക് എന്താ പറയുക, സിനിമയിലേക്ക് ആ തുടക്കത്തിൽ തന്നെ അങ്ങനെ കിട്ടുന്നതിൽ വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. நல்லா இருந்தது. ரெண்டு பேருமே நல்லா பண்ணிருந்தாங்க.
സൂപ്പറായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ലാഗൊന്നുമില്ല, കിടിലൻ സീൻ പടമാണ്. എന്തായാലും നമുക്കൊരു ഗൂസ് ബംസ് വരും. ഒരു സന്തോഷം കുറെ നാൾക്ക് ശേഷം അവർ കൊള്ളിച്ചു പറയുമ്പോഴേ ഇവരെന്നെ ഒരു കൊള്ളിച്ച ഡയലോഗ് പറയും, എത്ര നാളെ അതൊരു രസമുള്ള കൊള്ളാം, എല്ലാവരും കാണും. പിന്നെ ഞങ്ങൾ കൂടുതൽ സ്പോയിലേഴ്സ് പെട്ടെന്ന് സ്പോയിലേഴ്സ് പറയാണ്ട് കാണാൻ നല്ലത്. നല്ല പടമാണ്, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. രണ്ട് പടങ്ങളും രണ്ടുപേരും മമ്മൂട്ടിയായാലും മോഹൻലാലായാലും നല്ല ഫീലോടുകൂടി എടുത്തിട്ടുണ്ട്. എൻഡിങ് ആയാലും നമുക്ക് കുറച്ച് വിഷമമൊക്കെ വരും, എന്നാലും ഒരു ഫീൽ ഗുഡ് മൂവി. ത്രില്ലർ എല്ലാവരും കൂടി ഫുൾ പാക്ഡാണ്. ഒരു രോമാഞ്ചാണ് രണ്ടുപേരും. ഒരു നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു മൊമെന്റ്സ് ഉണ്ട്, എല്ലാം നല്ല എല്ലാവരും നന്നായിട്ടുണ്ട്. 4 പേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മഹേഷ് നാരായണന്റെ മൂവി ആയിട്ട് തന്നെ വന്ന് കാണണം. അല്ലാതെ ഒരു നിങ്ങളൊരു 2020 അല്ലെങ്കിൽ മമ്മൂട്ടി ലാലേട്ടൻ ഫൈറ്റ് എന്നുള്ളൊരു പരിപാടിക്കകത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സൂചിക്കത്തില്ല. ഇതൊരു മെസ്സേജാണ്. അതൊരു എന്താണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇതിനെയൊക്കെ ഉന്നയിക്കുന്നൊരു പടങ്ങളാണ്. പിന്നെ ഞാനിത് കൂടുതൽ വാചാലനാകാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത്. ലാലേട്ടനും മമ്മൂക്കി ഒരു സ്ക്രീനിലുപരി ലാലേട്ടൻ മമ്മൂക്കിയും 18-19 വർഷം മുമ്പെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ 2020 കണ്ട സ്ഥലത്ത് അവരുടെ കൂടെ ഒരു സ്ക്രീൻ പ്രൈസ് രണ്ടുപേരുടെയും കൂടെ പങ്കിടാൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. പിന്നെ നമുക്കെപ്പോഴും നമ്മുടെ പടമായതുകൊണ്ട് നല്ല പടമായിട്ട് തോന്നും. ജനങ്ങൾ കണ്ടു വേണം ഇതിന് എത്രത്തോളം റിവ്യൂ കൊടുക്കാൻ. അല്ല നമ്മൾ കൊടുക്കുന്ന റിവ്യൂവിൽ ഇരിക്കുന്ന ആരോട് നിങ്ങൾ റിവ്യൂ ചോദിച്ചാലും അത് ഒത്തിരി പോസിറ്റീവായിട്ട് റിവ്യൂ വരും. കാരണം എല്ലാവരുടെയും പടമാണ് ഇവിടെ നിൽക്കുന്നത്. നന്നായിട്ട് അടിപൊളിയായിട്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം കാണണല്ലേ, അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും മസ്റ്റ് വാച്ചാണ്. റൊമാൻസിഫിക്കേഷൻ ഞാൻ തന്നെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കണേ. അല്ല, അവരെ പ്രീവിയസ് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് അവരെ പടം. പടം അടിപൊളിയാണ്. എന്തോ അടിപൊളിയാണ്. നമുക്ക് ഗൂസ്ബംസ് കിട്ടി, എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. പടം അടിപൊളിയായിട്ടുണ്ട്. അറിയാലോ, നമ്മുടെ മോഹൻലാലും മമ്മൂക്ക ദാസേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികളെ എന്തോ ഒരു അസറ്റാണ് ശരിക്കും. കാരണം അതിലൊന്നും ആരും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ സിനിമ അങ്ങനെ തന്നെയാണ്. 10-18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന ഒരു പടമാണ്. നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ മഹേഷിൻ്റെ ഡയറക്ഷൻ, സുഷിൻ ഷാമിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ആരെ മുന്നേ സ്കോർ ചെയ്തതിനൊക്കെ പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് സിനിമയാണ്. അവരവർക്ക് കൊടുത്ത ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളതാണ് ഒരു പ്രേക്ഷക നിലയിലേക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും മഹേഷ് നാരായണൻ്റെ കയ്യൊപ്പ് ചാർത്തിയൊരു ചിത്രം. മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു രണ്ട് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ തീർച്ചയായിട്ടും നിറഞ്ഞാടിയ ഒരു ചിത്രത്തിൽ ഫഹദ് ഫാസിലും കുഞ്ചാക്കോവനും നയൻതാരയും അതേപോലെ തന്നെ രേവതി ചേച്ചിയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവർക്കും പ്രാധാന്യമുള്ള റോളുകൾ കൊടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു മഹേഷ് നാരായണൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കൈയടക്കം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും വളരെ 3 മണിക്കൂർ ഉള്ള ഈ ഒരു ചിത്രം ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ്. ഇപ്പം ഭയങ്കര കിടിലം പടം എന്ന അങ്ങനെ ഒരു സ്കീമല്ല, പക്ഷേ എന്നിരുന്നാലും ഇറ്റ് ഈസ് നോട്ട് ഡിസപ്പോയിൻറ്റിങ്. ഇറ്റ് വാസ് വെരി ഡീസൻറ്റ് വാച്ച്. ഐ വിൽ സേ വൺ ടൈം വാച്ചാണ്, ഡീസൻറ്റ് വാച്ചാണ്. ആൻഡ് ഡെഫിനറ്റ്ലി 10-18 വർഷത്തിന് ശേഷം ഇപ്പം ലാലേട്ടൻ ഇക്ക ഒന്നിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് റിയലി ഗുഡ് ടു വാച്ച് ദം ഓൺ സ്ക്രീൻ ടുഗെദർ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. അതല്ലാതെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ പേട്രിയോട്ട് ആ ഒരു ഹൈപ്പിൽ വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ മാച്ച് യുവർ എക്സ്പെക്ടേഷൻസ്. പക്ഷേ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫൈൻ, ഇറ്റ് വാസ് ഡീസൻറ്റ്. രണ്ടുപേരെയും കാണാൻ നല്ലൊരു വൈബായിരുന്നു. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനാണെങ്കിൽ അതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ സ്വാഗ് ആൻഡ് ഹിസ് ക്ലോസപ്പ് ഷോട്ട്സ്, അത് ലാലേട്ടൻ്റെ ആയാലും ഫഹദ് ഫാസിലിൻ്റെ ആയാലും ക്ലോസപ്പ് ഷോട്ട്സ്, ദെയർ ഐസ് ആക്ട് എ ലോട്ട്. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ നല്ല രസമായിരുന്നു. സ്റ്റണ്ട് വാസ് റിയലി ഗുഡ്. ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ what do you call it, audio department, media, this BGM works, അതെല്ലാം വളരെ നന്നായിരുന്നു.